ഒന്ന് ഡൽഹിയിലേക്ക് പോകണം. അവിടെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നു. വനിതാ സംവരണ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നടക്കുന്നുണ്ട് ഡൽഹിയിൽ. ബി.ജെ.പിയുടെ പ്രതിഷേധമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്കുള്ള മാർച്ച് ഉടൻ തുടങ്ങും എന്ന അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുന്നു. അർജുൻ, ബി.ജെ.പിയുടെ പ്രതിഷേധമാണ്. വനിതാ പ്രവർത്തകരെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആരൊക്കെയാണ് പ്രധാന നേതാക്കളായി ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? പ്രജന്റ് ഡൽഹി ബി.ജെ.പിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഡൽഹി ബി.ജെ.പിയുടെ അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ദേവ് തന്നെയാണ്. പക്ഷേ ഏറ്റവും അധികം ഡൽഹിയിൽ നിന്നുള്ള ബി.ജെ.പിയുടെ വനിതാ പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രതിഷേധ മാർച്ചിന്റെ പ്രത്യേകത. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഔദ്യോഗിക വസതിയുള്ള സുനേരി ബാഗിലേക്ക് മാർച്ച് ആരംഭിക്കും. ഇതിപ്പോൾ പ്രതിഷേധം തുടങ്ങുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് രാഹുൽ ഔദ്യോഗിക വസതിയുള്ള സുനേരി ബാഗിലാണ്. അതിന് തൊട്ടടുത്തുള്ള മോത്തിലാൽ നെഹ്റു മാർഗിൽ നിന്നാണ് ഈ പ്രതിഷേധ മാർച്ച് തുടങ്ങുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് എത്തുന്നതിന് മുൻപ് 3 ഇടത്ത് പോലീസ് ബാരിക്കേഡുകൾ വെച്ച് തടഞ്ഞിട്ടുണ്ട്. പ്രതിഷേധക്കാരെ മുന്നോട്ട് കടത്തിവിടില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിനൊപ്പം അർദ്ധസൈനിക വിഭാഗവും ഈ സുരക്ഷയ്ക്കായി ഇപ്പോൾ എന്തായാലും അണിനിരന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വസതിയിലില്ല. രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി തമിഴ്നാട്ടിലാണ് ഇന്നുള്ളത്. എന്തായാലും ഈ വനിതാ സംവരണ ബില്ലിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും പ്രതിഷേധം ശക്തമാക്കുക എന്നുള്ള ഒരു കാര്യത്തിന് നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് വൈകിട്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി ബി.ജെ.പി മുന്നോട്ട് പോകുന്നത്. അടുത്ത ദിവസങ്ങളിലും സമാനമായിട്ടുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ബി.ജെ.പി തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യവ്യാപകമായി ഈ വനിതാ സംവരണ ബില്ലിനെതിരെ കോൺഗ്രസ് എതിർത്ത സംഭവം അത് വനിതകൾക്കെതിരെ ആയിരുന്നു എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിൽ തന്നെയാണ്. അതിന്റെ പ്രാരംഭ നടപടികളായിട്ടാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധിയുടെ വസതിയിലേക്ക് ഈ മാർച്ച് ആരംഭിക്കുകയും ചെയ്യും. അർജുൻ, ഇത് ഒരേ വിഷയം തന്നെ രണ്ട് കൂട്ടരും, പ്രതിപക്ഷവും ഭരണപക്ഷവും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ പ്രത്യേകത. വനിതകൾക്കെതിരാണ് ഇരുപക്ഷവും എന്ന രീതിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇരുഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിപ്പോൾ ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്ന അറിയിപ്പ് കൂടി നേരത്തെ വന്നിരുന്നു. അതും ഇതേ വിഷയത്തിൽ തന്നെ ആയിരിക്കില്ലേ? കോൺഗ്രസ് എങ്ങനെയാണ് ഇതുപോലെ ഇതേ വിഷയം തന്നെ ഭരണപക്ഷത്തിനെതിരെ ആയുധമാക്കി ഉപയോഗിക്കാൻ പോകുന്നത്? മറ്റെന്തെങ്കിലും ആസൂത്രണങ്ങളും കൂടിയാലോചനകളും ഒക്കെ നടക്കുന്നുണ്ടോ? പ്രജിത്ത്, ഇന്ന് രാത്രി 8:30 പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. അതും ഈ വനിതാ ബില്ലിൽ പരാജയം ഉണ്ടായതിന് പിന്നാലെ ലോക്സഭ കടന്നില്ല വനിതാ ബില്ല്. അതിൽ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമുള്ള മറുപടിയായിരിക്കും പ്രധാനമന്ത്രി നൽകുക. സമാനമായിട്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും പ്രതിപക്ഷത്തിനെതിരെ പ്രതിഷേധ പരിപാടികൾ രാജ്യവ്യാപകമായി നടത്തുക എന്നുള്ള കാര്യം തന്നെയാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന കാര്യം. അതിനെ കൗണ്ടർ ചെയ്യാനായി രാജ്യവ്യാപകമായി പത്രസമ്മേളനങ്ങൾ നടത്തുക. എന്തിനെയായിരുന്നു കോൺഗ്രസ് എതിർത്തത്, പ്രതിപക്ഷം എതിർത്തത് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞു വെക്കുക. അതായത് വനിതാ സംവരണത്തിനെതിരെയല്ല, മറിച്ച് ഡീലിമിറ്റേഷൻ, ഈ രാജ്യത്തിന്റെ തന്നെ തിരഞ്ഞെടുപ്പ് ഭൂപടം മാറ്റുക എന്നുള്ള നടപടിക്കെതിരെയാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം മുന്നോട്ട് വെക്കുക. അതിന് രാജ്യവ്യാപകമായി പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ അതാത് മുഖ്യമന്ത്രിമാർ പത്രസമ്മേളനം നടത്തുമെന്നുള്ള കാര്യം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് 2023 പാർലമെന്റിൽ പാസാക്കിയ ഒരു വനിതാ ബില്ലുണ്ട്. അത് നടപ്പിലാക്കൂ എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രധാനമന്ത്രിക്ക് കത്ത് എഴുതാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി എടുത്തിരിക്കുന്നു. അതായത് ബി.ജെ.പിയുടെ ആരോപണങ്ങളെ അതേ രീതിയിൽ തന്നെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് വനിതാ ബില്ലിനെതിരെയല്ല, വനിതാ സംവരണത്തിനെതിരെയല്ല കോൺഗ്രസ്, മറിച്ച് അതിനിടയിലൂടെ കൊണ്ടുവരുന്ന ഗൂഢാലോചനയ്ക്ക് എതിരാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്തായാലും ഒരു വിഷയം തന്നെ ഇരു കൂട്ടരും, അത് ബി.ജെ.പിയും കോൺഗ്രസും രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയാണ് ഈ വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെ സംഭവിക്കാൻ പോകുന്നത്. വനിതകൾക്കെതിരാണ്, വനിതകളെ ശാക്തീകരിക്കുന്നതിനെതിരാണ് കോൺഗ്രസ് എന്ന രീതിയിൽ ബി.ജെ.പി പറയുമ്പോൾ ഇത് വനിതാ ശാക്തീകരണ ബില്ലല്ല, അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് മറ്റു പലതുമാണ് എന്ന രീതിയിലുള്ള ആയുധമായാണ് ഇതിനെ കോൺഗ്രസ് ബി.ജെ.പിക്കെതിരെയും നോക്കിക്കാണുന്നത്. അത്തരത്തിലുള്ള കൂടുതൽ വാർത്താ സമ്മേളനങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതും ഇതേ വിഷയത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.